നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദി സീസ് ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്നും ശനിയാഴ്ച കന്യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഒരാഴ്ചയെടുത്ത് കരീബിയയിലെ 3 ദ്വീപുകൾ സന്ദർശിച്ച മയാമിയിൽ തിരിച്ചെത്തും. അമേരിക്കൻ കമ്പനിയായ റോയൽ കരീബിയൻ ഇന്റർനാഷണൽ ആണ് ഈ കപ്പലിന്റെ ഉടമകൾ. 2350 ജീവനക്കാരാണ് കപ്പലിലുള്ളത്. 7 നീന്തൽക്കുളങ്ങൾ, വാട്ടർ പാർക്ക്, ഐസ് സ്കേറ്റിംഗിനുള്ള സൗകര്യം, 6 വാട്ടർ സ്ലൈഡറുകൾ, 40 ഭക്ഷണശാലകളും ബാറുകളും ഉൾപ്പെടെയുള്ള ഒട്ടേറെ സുഖ സൗകര്യങ്ങൾ ഈ കപ്പലിലുണ്ട്. 50ഓളം സംഗീതജ്ഞരും ഹാസ്യ അവതാരകരും സംഗീത സംഘവുമുണ്ട്. ഫിൻലൻഡിലെ തുർക്കുവിൽ നിന്നും 900 ദിവസമെടുത്താണ് കപ്പൽ പണിതത്. ഏകദേശം 16,624 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ദ്രവീകൃത പ്രകൃതി വാതകമാണ് ഇന്ധനം. ടൈറ്റാനിക് എന്ന ഐതിഹാസിക കപ്പൽ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. ഇപ്പോൾ ഇതാ ടൈറ്റാനിക് അല്ല, അതിനപ്പുറം താൻ ഇൻ ദ ഐക്കൺ ഓഫ് ദ സീസ്. 7 നീന്തൽക്കുളങ്ങളും വെള്ളച്ചാട്ടവും, 5610 അതിഥികൾക്കും 2350 ജീവനക്കാർക്കും യാത്ര ചെയ്യാം. ലോകത്തിലെ ഒരു വലിയ ക്രൂസ് കപ്പൽ, അക്ഷരാർത്ഥത്തിൽ ഒഴുകുന്നൊരു കൊട്ടാരം എന്ന് തന്നെ പറയാം. ടൈറ്റാനിക് എന്ന അത്യാഡംബര കപ്പലിനെ കുറിച്ച് ലോകത്തെങ്ങും ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. അന്നത്തെ കാലത്ത് ശരിക്കും അതൊരു വിസ്മയം തന്നെയായിരുന്നു. ഇന്നിതാ ടൈറ്റാനിക്കിന്റെ 5 ഇരട്ടി വലിപ്പമാണ് ഈ ആഡംബര കപ്പലിലുള്ളത്. ഒഴുകുന്ന കൊട്ടാരം എന്ന് തീർത്തും വിശേഷിപ്പിക്കാവുന്ന ഐക്കൺ ഓഫ് ദ സീസ്. ഈ കപ്പലിന്റെ നിർമ്മാണ ഘട്ടം മുതൽ തന്നെ വിശേഷണങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. റോയൽ കരീബിയൻ ആണ് കപ്പലിന്റെ ഉടമസ്ഥർ. ഇന്നുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ കപ്പൽ ആണ് ഇതെന്ന പ്രത്യേകതയുമുണ്ട്. 3 ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പമാണ് ഐക്കൺ ഓഫ് ദ സീസ് കപ്പലിനുള്ളത്. പരീക്ഷണ ഘട്ടങ്ങളെല്ലാം പല വിധത്തിൽ പൂർത്തിയാക്കിയായിരുന്നു കന്യാത്ര നടത്തിയത്. അമേരിക്കയിലെ മിയാമിയിൽ നിന്നും കന്യാത്ര തുടങ്ങി. 7 രാത്രികൾ നീളുന്ന യാത്രയുടെ ടിക്കറ്റ് നിരക്ക് $1859 മുതലാണ്. ഏകദേശം ഇത് 1.5 ലക്ഷം രൂപ വരും. ഏറ്റവും കൂടിയ നിരക്ക് $2109. ടൈറ്റാനിക്കിന്റെ 5 ഇരട്ടി വലിപ്പം, ഈഫേൽ ടവറിനേക്കാൾ ഉയരം. കപ്പലിന്റെ സവിശേഷതകൾ പരിശോധിച്ചാൽ എല്ലാം കൊണ്ടും ഒരു അത്ഭുതം തന്നെയാണ് കപ്പലെന്ന് വ്യക്തമാകും. ഏകദേശം 1200 അടി നീളവും 20 നിലകളുമുള്ള ഈ കപ്പലിൽ ഒരേ സമയം 5610 അതിഥികൾക്കും 2350 ജീവനക്കാർക്കും യാത്ര ചെയ്യുവാനും സാധിക്കും. ആഡംബരപൂർണമായ, ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രാനുഭവം ഇത് യാത്രികർക്ക് സമ്മാനിക്കും എന്നതിൽ സംശയമില്ല. ഉയരം കൊണ്ട ഈഫേൽ ടവറിനേക്കാൾ പൊക്കമുണ്ട് ഈ കപ്പലിന്. കന്യാത്രയ്ക്ക് വേണ്ടിയും വലിയ മുന്നൊരുക്കങ്ങൾ കപ്പലിലുണ്ടായിരുന്നു. പല രാജ്യങ്ങളിൽ നിന്നുമുള്ള വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങൾ ഇതിൽ ലഭിക്കും. 40 ബാറുകളാണുള്ളത്. ടൈറ്റാനിക്കിന്റെ ഭാരം 46,329 ടൺ ആയിരുന്നുവെങ്കിൽ ഇതിൻ്റെത് 2,50,800 ടൺ ആണ്. 7 സ്വിമ്മിംഗ് പൂളുകളും കപ്പൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിനൊപ്പം വെള്ളച്ചാട്ടവും ഒരുക്കി അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു. ആക്ടിവിറ്റി സെന്ററുകൾ, ലൈവ് മ്യൂസിക് ഷോ തുടങ്ങി ആഡംബര റിസോർട്ടിലേതുപോലുള്ള ഒട്ടനവധി വിനോദ സൗകര്യങ്ങളാണ് യാത്രക്കാരെ കാത്തിരിക്കുന്നത്. ഒരു വാട്ടർ തീം പാർക്കിലേതുപോലുള്ള 6 വാട്ടർ സ്ലൈഡറുകൾ കപ്പലിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതിലൊന്ന് ഏറ്റവും ഉയരമുള്ള വാട്ടർ സ്ലൈഡർ ആയിരിക്കുമെന്നതാണ് പുറത്തു വരുന്ന വിവരം. ആദ്യ ഓപ്പൺ ഫ്രീ ഫോൾ വാട്ടർ സ്ലൈഡറും കപ്പലിലുണ്ട്. കുട്ടികൾക്ക് കളിക്കാനായി പ്രത്യേകം പാർക്കുകളും ഒരുക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ കപ്പൽ യാത്ര പുതിയ അനുഭവം തന്നെയായിരിക്കും. ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകൾ ഇറക്കുന്നതിൽ മുൻപന്തിയിലുള്ള കമ്പനിയാണ് റോയൽ കരീബിയൻ. 900 ദിവസം എടുത്തുകൊണ്ട് ഫിൻലാൻഡിലായിരുന്നു ഐക്കൺ ഓഫ് ദി സീസ് നിർമ്മിച്ചത്. ഏകദേശം $200 കോടി ആണ് നിർമ്മാണ ചെലവെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ജൂണിൽ തന്നെ പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കുകയും ചെയ്തതാണ് ഈ കപ്പൽ. ഈ കപ്പൽ യാത്ര തുടങ്ങുന്നതോടെ നിലവിലെ വലിയ കപ്പലായ വണ്ടർ ഓഫ് ദി സീസിന്റെ റെക്കോർഡ് തകർക്കപ്പെടും. ക്ലബ് തീം ഹെഡ്വേയും കപ്പൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ട്രേഡ് മാർക്ക് പൂൾ ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതേസമയം ടൈറ്റാനിക്കുമായി ഏറെ സാമ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ ട്വീറ്റിലടക്കം ഭീമാകരമായ ഈ കപ്പലിനെ കുറിച്ച് നിരവധി ചർച്ചകളാണ് നടക്കുന്നത്. നിരവധി സംശയങ്ങൾ ആളുകൾ പങ്കുവെക്കുന്നുണ്ടെങ്കിലും ഇതൊരു മികച്ച കാഴ്ച അനുഭവം തന്നെ ആയിരിക്കും എന്നതിൽ ആളുകൾക്ക് സംശയമേ ഇല്ല.